ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ചു കാലമായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര. അതിപ്പോൾ അവർ ഡിസംബർ 2 ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് വണ്ടി ഒന്നുകൂടെ കാണിച്ചിട്ട് പോയായിരുന്നു. എത്രാമത്തെ പ്രാവശ്യം ഇപ്പോൾ വണ്ടി കാണിക്കുന്നതെന്ന് സുസുക്കിക്ക് തന്നെ അറിയില്ല. പ്രൈസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബാറ്ററി ആസ് എ സർവീസ് ഉണ്ടാവും എന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തന്നെ ടൊയോട്ട കൗണ്ടർ പാർട്ടായ നമ്മുടെ ഇബെല്ല എന്ന് പറഞ്ഞ വണ്ടി ഇപ്പോൾ ടൊയോട്ടയും അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അഗെയിൻ ലോഞ്ച് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവരും പ്രൈസ് പറഞ്ഞിട്ടില്ല. എസെൻഷ്യലി ഈ വിറ്റാര തന്നെയാണ്. ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ബോഡി കിറ്റിട്ട് ഈ വിറ്റാര എന്ന് വേണമെങ്കിൽ പറയാം. പ്ലാറ്റ്ഫോമൊക്കെ നമ്മുടെ സുസുക്കിയുടെ ഹാർടെക് ഇ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഫ്രണ്ട് ഡിസൈനിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. ടൊയോട്ടയുടെ ഇപ്പോഴത്തെ വരുന്ന ഗ്ലോബൽ പോർട്ട്ഫോളിയോയിലുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സിമിലാരിറ്റി ഉള്ള ഒരു ഫ്രണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ വിറ്റാറിൽ 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ ലൈറ്റ്സ് രണ്ടും ഒരു ഗ്ലോസി ബ്ലാക്ക് പാനൽ അങ്ങനെ കണക്ട് ചെയ്ത് പോയിരിക്കുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ പ്രിയസിലൊക്കെ കാണുന്ന പോലെ, പുതിയ ഏത് വണ്ടിയായാലും എല്ലാത്തിലും ഒരു സി ഷേപ്പ് ലൈറ്റിംഗ് എലമെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് സി ഷേപ്പ് ലൈറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടില്ല, ലൈറ്റ്സ് താഴത്താണ് വരുന്നത്. പക്ഷേ ഒരു സി ഷേപ്പ് കട്ടൗട്ട് പോലത്തെ എലമെൻറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഡി ആർ എൽസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള ഡിസൈൻ ഫ്രണ്ട് എന്തായാലും ഈ വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻ്റ് ആണ്. ചിലവർക്ക് ഈ വിറ്റാരയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഡിസൈൻ ആയിരിക്കും. എനിക്കങ്ങനെ ഇത് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. ഏതായാലും സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ലെങ്ത് ഒരു ഇത്തിരി കൂടുതലാണ്. ജസ്റ്റ് 10 mm ഈ വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഇബെല്ലയ്ക്ക് കൂടുതലുണ്ട്. 4285 mm ആണ് ഇബെല്ല വരുന്നത്. 4275 mm ആണ് ഈ വിറ്റാര വരുന്നത്. ബാക്കി സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. ഹൈറ്റ് 5 mm അതിന് കുറവാണ്. പക്ഷേ വീൽ ബേസ് 2700 mm ആണ്, വിഡ്ത്ത് 1700 mm ആണ്. അക്കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇനി വേറൊരു വ്യത്യാസം വരുന്ന സംഭവം എന്ന് പറയുന്നത് അലോയ് വീൽസിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. ഈ വിറ്റാരിലും പക്ഷെ നമുക്ക് എയറോ ക്യാപ്പുള്ള അലോയ് വീൽസ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഇതിൻ്റെ അകത്തും 18 ഇഞ്ച് വീൽസാണ്. ടയർ സൈസിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് അഗെയിൻ എയറോ മറ്റേ കവറുള്ള വീൽ ക്യാപ്പ് ഓർ അലോയ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. എന്തിനാണ് ഇപ്പോൾ ഈ വണ്ടികളെല്ലാം എയർ ഡ്രാഗ് കുറയ്ക്കുക എന്ന് പറഞ്ഞ് എയറോ ക്യാപ്പ് ഇട്ട് തരുന്നതെന്ന് അറിയില്ല. ഇത് ഭയങ്കര കോമൺ ആയി. ആൻഡ് കാണാൻ അത്യാവശ്യം രസമുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കണ്ടാൽ ശരിക്കും വീൽ ക്യാപ്പ് ഇട്ടിരിക്കുന്ന സ്റ്റൈലൈസ്ഡ് വീൽസ് പോലെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ഇവർക്ക് സ്റ്റൈലൈസ്ഡ് വീൽസ് തന്നെ കൊടുത്താൽ പോരെ, അതിൻ്റെ അകത്ത് എയറോ ക്യാപ്പ് ഇട്ടാൽ മതിയല്ലോ. അകത്തുള്ള സ്റ്റീൽ ഡ്രംസ് അങ്ങനെ ഡിസൈൻ ചെയ്താൽ മതി. ഇതിപ്പോൾ എല്ലാ വണ്ടിയിലും അലോയ്സ് കൊടുക്കാൻ വേണം, അതിൻ്റെ പുറത്ത് വേറൊരു കവറും കൊടുക്കണം, ഡ്രാഗ് കോഎഫിഷ്യൻറ്റും കുറയ്ക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഏതായാലും നമ്മുടെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. അവിടെ ഒരു BEV എന്ന് പറഞ്ഞ ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലൊന്നുമല്ല, നമ്മുടെ ഒരു സൈഡ് ഫെൻഡർ, അതും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 10 to 80% എത്താൻ 45 minutes ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ലൈറ്റിംഗ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ആണ്. പക്ഷെ അതല്ലാതെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഭയങ്കര നോട്ടിസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനൊന്നുമില്ല. ഇതിപ്പോൾ കോൺസെപ്റ്റ് കാണിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ബാക്ക് 2 വണ്ടികളുടെയും ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അർബൻ ക്രൂസർ എന്ന് പറഞ്ഞ പേര് അവർ വിടില്ല. ലെഫ്റ്റ് സൈഡിൽ അത് കറക്റ്റായിട്ട് എഴുതി വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഇബെല്ല എന്ന് പറയുന്ന വണ്ടിയുടെ പേര് വരുന്നത്. ഇത്രയും കാലം ഇതിൻ്റെ പേര് അർബൻ ക്രൂസർ EV എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇബെല്ല ഇപ്പോഴാണ് അനൗൺസ് ആയത്. അഗൈൻ കുറച്ച് വിയർഡായിട്ടുള്ളൊരു പേരാണ്. ടൊയോട്ട സാധാരണ ഇങ്ങനത്തെ പേരുകളിലൊന്നും പോകാത്തതാണ്. ഇനി ബൂട്ട് സ്പേസ് എടുക്കുകയാണെങ്കിൽ സെയിം നമുക്ക് ഈ വിറ്റാരിൽ കിട്ടുന്ന അത് തന്നെയാണ് ഈ വണ്ടിയിലും കിട്ടുന്നത്. ഏകദേശം 310 ലിറ്റേഴ്സിൻ്റെ അടുത്തേ ഉള്ളൂ. ഇവർ പിന്നെ അങ്ങ് റൂഫ് വരെയുള്ള കാൽക്കുലേഷനും ചെയ്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് 400-ന് മുകളിലോ 500-നോ അടുത്തൊന്നും പോകാത്തത്. ഏതായാലും സീറ്റ്സ് നമുക്ക് 40-20-40 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഫോൾഡിങ്ങിൻ്റെ കേസിൽ പ്രശ്നമില്ല. ഇനി ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ പുറത്ത് പറഞ്ഞ ചേഞ്ചസ് അതെല്ലാം അവിടെ അങ്ങ് തീർന്നു. ഇവിടെ നമുക്ക് ചേഞ്ചസ് പറയാൻ ആകെപ്പാടുള്ളത് ഈ ബൂട്ടായി വരുന്ന സമയത്ത് നടുവിലൊരു ടൊയോട്ട ലോഗോ സ്ക്രീനിൽ കാണിക്കും, ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലും കാണിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും നമുക്ക് ടൊയോട്ട ലോഗോ കിട്ടുന്നുണ്ട്. ഇതാണ് ആകെയുള്ള ഡിഫറൻസ്. അവർ ഇൻ്റർനാഷണലി വണ്ടി അർബൻ ക്രൂസർ EV എന്ന് പറഞ്ഞ് കാണിച്ചപ്പം ഇൻറ്റീരിയർ അറ്റ്ലീസ്റ്റ് ഓൾ ബ്ലാക്ക് തീമിലെങ്കിലും ആയിരുന്നു കൊടുത്തിരുന്നത്. ഈ വിറ്റാരിൽ നമുക്ക് ഈ ഒരു സെയിം ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ്. ഇബെല്ലയിലും സെയിം ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് കളർ തീമെങ്കിലും മാറ്റായിരുന്നു, അതുപോലെ ഇവർ മാറ്റിയിട്ടില്ല. ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കിട്ടുന്നുണ്ട്. സെയിം ഈ വിറ്റാരിൽ ആ സംഭവം തന്നെയാണ്. പിന്നെ ഫിസിക്കൽ AC കൺട്രോൾസ് ഉള്ള സിംഗിൾ സോൺ AC ആണ് വരുന്നത്. ഡ്യുവൽ സോൺ കൊടുക്കാമായിരുന്നു, കാരണം ഈ വണ്ടി അത്യാവശ്യം ഒരു പ്രീമിയം പ്രൈസ് പോയിന്റിലായിരിക്കും വരുന്നത്. പിന്നെ ബാറ്ററി ആസ് എ സർവീസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇനീഷ്യലി പ്രൈസ് കുറച്ച് വയ്ക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം. എന്തായാലും 10 സ്പീക്കർ JBL ഓഡിയോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. അതുപോലെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. അഗൈൻ ഇത് കൈൻഡ് ഓഫ് കുറച്ച് വിയേർഡ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. അവർ അതിൻ്റെ എർഗണോമിക്സ് കറക്റ്റ് ആക്കാനായിട്ട് നമ്മുടെ ഈ സ്റ്റിയറിംഗിൻ്റെ നടുവിൽ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ഇൻസ്ട്രുമെൻ്റ്
ലസ്റ്റർ കാണണമല്ലോ, അതുകൊണ്ട് മുകളിൽ ഭയങ്കര ബെസലായിപ്പോയി. പക്ഷേ ഇപ്പോഴത്തെ സ്ക്രീൻ അതിൻ്റെ ഹൈറ്റ് കൂടുതലും നമ്മുടെ ഇൻസ്റ്റന്റ് ലിസ്റ്റിലേക്ക് വരുമ്പോഴേക്കും അതിന് നീളം കൂടുതലും ഓർ വിട്ട് കൂടുതലും ആ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. സോ മൊത്തത്തിൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺഫിഗറേഷനാണ്. എന്നാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഒറ്റ ലേഔട്ടായിട്ട് കൊടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു, അപ്പോൾ ഇത്രയും വിയേർഡ് ആവില്ലായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ കൊടുക്കാൻ വേണം, അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴേക്കും ഭയങ്കര വിയേർഡായി. 10.1 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം, 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റന്റ് ലിസ്റ്ററൊക്കെയാണ് വരുന്നത്. എന്തായാലും ഈ വണ്ടിയിൽ മാത്രമല്ല ഈ വിറ്റാറിലും സെയിം അവസ്ഥ തന്നെയാണ്. അതിലെല്ലാവരും കുറ്റം പറഞ്ഞു, ഡെഫിനറ്റ്ലി ഇതിലെല്ലാവരും കുറ്റം പറയും. ഇനി അടുത്ത സംഭവം വരുന്നത് നമ്മുടെ സെൻറ്റർ കൺസോളാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ റോട്ടറി നോബ്, ആ ഒരു കൺട്രോൾസിലും സ്വിച്ച് ബട്ടൺസൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ കൺട്രോൾ, ഹിൽ ഹോൾഡിൻ്റെ കൺട്രോൾ, പിന്നെ നമ്മുടെ വെഹിക്കിൾ ഹിൽ ഡിസെൻറ്റ്, ഡ്രൈവ് മോഡ്സ്, അങ്ങനെ ഒരുപാട് കൺട്രോൾസും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ മോഡ്സും പിന്നെ കപ്പ് ഹോൾഡേഴ്സും സാധനങ്ങളെല്ലാം സെൻറ്റർ കൺസോൾ ഏരിയയിലായിട്ട് വരുന്നുണ്ട്. ഈ വണ്ടി ഒരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, അതുകൊണ്ട് താഴത്ത് അത്യാവശ്യം സ്റ്റോറേജ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വയർലെസ് ചാർജിങ് പാഡൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നൊരു സംഭവമാണ് നമ്മുടെ നോർമൽ സിംഗിൾ പെയിൻ സൺറൂഫ്. പിന്നെ ഇതിൻ്റെ അകത്ത് തുറക്കാൻ പറ്റുന്ന സൺറൂഫ് അല്ല, ജസ്റ്റ് ഈ ബ്ലൈൻഡ് മാത്രമേ പുറകിലോട്ട് പോകുള്ളൂ. അതും മാനുവൽ ബ്ലൈൻഡ് ആണ്, ഇലക്ട്രിക് ഒന്നും അല്ല. സോ സൺറൂഫിൻ്റെ കാര്യത്തിൽ അവർ കുറച്ചധികം കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഓർ ഇത്ര കൊടുത്താൽ മതി എന്ന് ഒരു വിചാരിച്ചാണായിരിക്കും. വളരെ ചെറുതല്ല സാധാരണ വണ്ടിയിൽ വരുന്ന സിംഗിൾ പെയിൻ സൺറൂഫ് പോലെ, പക്ഷേ പാനോറമിക് എന്ന് പറയാൻ പറ്റുന്ന പോലെ ഭയങ്കര വലിയ സൈസും ഇല്ല. സീറ്റ്സിൻ്റെ ഡിസൈനും കളർ തീം ഒക്കെ നിങ്ങൾക്ക് കാണാം, നമ്മൾ സെയിം ഈ വിറ്റാറിൽ കണ്ട അതേ സാധനം തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിറ്റാരയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയേക്കുക. ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളായിക്കോട്ടെ, ആംറസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ബ്രൗൺ കളറിലാണ് വരുന്നത്, എല്ലാം ഈ വിറ്റാര തന്നെയാണ് എക്സാക്ട്ലി ഇതിനകത്തും. ആൻഡ് നമ്മുടെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് ആക്ച്വലി 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വെന്റിലേഷൻ ഫംഗ്ഷനും അവൈലബിൾ ആണ്. ബാക്ക് സീറ്റിലോട്ട് വരികയാണെങ്കിൽ സംഭവം കുറച്ച് വീക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ടും ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും എന്താണെങ്കിലും തൈ സപ്പോർട്ട് നല്ല കുറവാണ്. ബാക്കിൽ സ്പേസ് അത്യാവശ്യം ഡീസൻ്റ് ആണെന്ന് പറയാം. പുറത്തൊന്നും ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു, ഇവിടെ എന്തായാലും ആംറസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ AC വെൻസ്, അതുപോലെ നമ്മുടെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. 3-point സീറ്റ് ബെൽറ്റ്സ് പിന്നെ ഡെഫിനറ്റ്ലി കൊടുത്തേ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് മെയിൻ സംഭവം. പിന്നെ ഇതൊന്നും അല്ലാണ്ട് ഇതിനകത്ത് 360 ക്യാമറ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ നമ്മുടെ ലെവൽ 2 ADAS വരുന്നുണ്ട്, 7 എയർ ബാഗ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിംഗും ഭാരത് NCAP, ഗ്ലോബൽ NCAP എവിടെയായാലും കിട്ടുകയും ചെയ്യും. കാരണം ഈ വിറ്റാരയ്ക്ക് യൂറോ NCAPൽ 4-star റേറ്റിംഗ് കിട്ടിയതാണ്. യൂറോ NCAP എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു NCAP ആണ്. സോ ഇവിടുത്തെ വലിയ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. ഇനി ബാറ്ററി കൺഫിഗറേഷനിലേക്ക് വരുമ്പം അതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ വിറ്റാരിൽ കിട്ടുന്ന സെയിം 49 kWh 61 kWh ബാറ്ററി പാക്ക് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. 49 kWh മോഡലാണെങ്കിൽ 142 bhp പവറും 189 Nm ടോർക്കുമാണ് കിട്ടുന്നത്. ഇനി അതല്ല നമ്മുടെ 61 kWh മോഡലാണെങ്കിൽ അതിൻ്റെ അകത്ത് 172 PS പവറും 189 Nm ടോർക്കും തന്നെയാണ് കിട്ടുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷന് മാത്രമേ വണ്ടിയോടെ വരുന്നുള്ളൂ. സാധാരണ ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എല്ലാം റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. ഈ വണ്ടി പക്ഷേ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ അതിൻ്റെ റീസൺ എന്താണെന്നും ആർക്കും അറിയില്ല. റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു നല്ലത്, കുറച്ചും കൂടെ ആ ഒരു ഫൺ ഫാക്ടർ നമുക്ക് കിട്ടിയേനെ. പിന്നെ ഇതിന് ഇൻ്റർനാഷണൽ ഓൾ വീൽ ഡ്രൈവ് മോഡൽ വരുന്നുണ്ട്, ഈ വിറ്റായിരിക്കും ഈ വണ്ടിക്കും. പക്ഷേ ഇന്ത്യയിലേക്ക് നമുക്കിപ്പോൾ ജസ്റ്റ് നിലവിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ചിലപ്പം ഫ്യൂച്ചറിൽ അവർ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുമായിരിക്കും. ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ട്വിൻ മോട്ടോർ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 300 Nm ടോർക്കും 182 PS പവറും കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതായാലും നമ്മുടെ MIDC ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 543 km ആണ്. ഇതിൻ്റെ എനർജി എഫിഷ്യൻസി ഒക്കെ അത്യാവശ്യം നല്ലതാണെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ 16 kWh ബാറ്ററി പാക്ക് എന്ന് പറയുമ്പം 400-450 km വരെയൊക്കെ വേണമെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓവറോൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്കങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഇഷ്ടംപോലെ വണ്ടികൾ മാർക്കറ്റിലുണ്ട്. ഇത് വളരെ സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു 10-20-25 ലക്ഷം രൂപയ്ക്ക് EV വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. അഗൈൻ ഞാൻ പറയുന്നു, BAS അതായത് ബാറ്ററി ആസ് എ സർവീസ് വരുന്നുണ്ട്. ഇനീഷ്യൽ പ്രൈസ് എന്തായാലും അവർ കുറച്ച് വയ്ക്കും, കാരണം ബാറ്ററിയുടെ പ്രൈസ് കാണിക്കണ്ടല്ലോ. അതിനുവേണ്ടിയാണ് MG തന്നെ സ്ട്രാറ്റജി ഉണ്ടെന്ന്. അല്ലാതെ അധികാരം ആ പ്ലാൻ വെച്ചിട്ട് വണ്ടി വാങ്ങാറൊന്നുമില്ല. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബസ് അവർക്ക് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല. അവർക്കിത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാണെന്നൊന്നും പ്രൈസ് ഇപ്പോഴും പുറത്തു വിടാത്തത്. 2 വണ്ടികളും കേസ് അത് തന്നെയാണ്. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.